നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുള്ളംപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് മറിഞ്ഞ ഇരുചക്ര വാഹന യാത്രക്കാരന് പരിക്കേറ്റു. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങര ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് നൽകുന്നതിനെതിരെ LDF പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. മുള്ളംപന്നി റോഡിന് കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം തെറ്റിയ ബൈക്ക് മറിഞ്ഞ ഇരുചക്ര വാഹന യാത്രക്കാരന് പരിക്കേറ്റു. നാട്ടിക ബീച്ച് കുന്നത്തുപുരയിൽ സുനിലിനാണ് സാരമായി പരിക്കേറ്റത്. ഇദ്ദേഹത്തെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം തളിക്കുളം പത്താങ്കല്ല് കിഴക്കുഭാഗം ടിപ്പു സുൽത്താൻ റോഡിലാണ് അപകടമുണ്ടായത്. നിർമ്മാണം നടക്കുന്ന ദേശീയപാതക്കരികിലെ ബൈപ്പാസിലൂടെ ബൈക്കിൽ വരികയായിരുന്ന സുനിലിന്റെ വാഹനത്തിന്റെ മുന്നിലേക്ക് മുള്ളൻപന്നി ചാടി. ഇതുകണ്ട് വാഹനം നിർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് തെന്നി വീഴുകയായിരുന്നു. സുനിലിന്റെ കാലിനും തലയിലും പരിക്കേറ്റു. ശരീരത്തിൽ മുള്ളൻപന്നിയുടെ മുള്ളുകൾ കൊണ്ടതിനെ തുടർന്നും പരിക്കുണ്ട്. വലപ്പാട് നടക്കുന്ന 22ാമത് ബൊക്ക ജൂനിയേഴ്സ് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിലെ ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ PFO തൃശൂർ ഡാനിയൽ SP പരാജയപ്പെടുത്തി. മുഖ്യാതിഥിയും റണ്ണേഴ്സ് കപ്പ് സ്പോൺസറുമായ സന്തോഷ് ചിറ്റിലപ്പള്ളി കളിക്കാരെ പരിചയപ്പെട്ടു. ലാൽ കച്ചില്ലം, ബിജോയ് PS, രാധാകൃഷ്ണൻ KS എന്നിവർ അനുഗമിച്ചു. വ്യാഴാഴ്ച 2ാമത്തെ സെമി ഫൈനൽ മത്സരത്തിൽ ഓർബിറ്റ് അബുദാബി ഓഫ് പഞ്ചവടിയും കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ പ്ലേബോയ്സ് തൃശൂരും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. നാട്ടിക ഗ്രാമപഞ്ചായത്തും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തും ചേർന്നുള്ള സംയുക്ത പ്രൊജക്ടായ ഇടവിള കൃഷിയുടെ നടിയിൽ വസ്തുക്കളുടെ വിതരണോദ്ഘാടനം നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു ഉദ്ഘാടനം ചെയ്തു. ചേന, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ എന്നിവയാണ് വിതരണം ചെയ്തത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. കൃഷി ഓഫീസർ ശുഭ NV പദ്ധതി വിശദീകരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM സിദ്ദീഖ്, വാർഡ് മെമ്പർമാരായ KV പവിത്രൻ, അംബിക ടീച്ചർ, നിഷ ഉണ്ണികൃഷ്ണൻ, സനി രാജു, സജിനി ഉണ്ണിയാരമ്പുരയ്ക്കൽ, PC മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ഷീബ KU, സരിത KM, ഷംനാസ് ഷെരീഫ്, ഹസീബ്, അജീഷ്, ബാലു വിജയ്, ദീപു എന്നിവർ പങ്കെടുത്തു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ഒരു പദ്ധതിയുടെ നടത്തിപ്പാണെന്ന് ഇവിടെ നമ്മൾ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത്. ഇടവിള കൃഷി, അതായത് നമ്മൾക്ക് കൃഷി ഓഫീസർ പറഞ്ഞ പോലെ തന്നെ തെങ്ങ് കൃഷിയാണ് നമ്മളുടെ ഇവിടുത്തെ പ്രാധാന്യം എന്നുണ്ടെങ്കിലും അതിനെല്ലാം നമ്മുടെ പറമ്പുകളിൽ മറ്റ് കൃഷികൾ വ്യാപകമാക്കുന്നതിന് വേണ്ടി കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ പദ്ധതി വെച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു ഇതാണ് നമ്മളിപ്പോൾ ഇഞ്ചി, മഞ്ഞൾ, ചേമ്പ്, ചേന, അങ്ങനെ 4 ഇനങ്ങളാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അത് 750 പേർക്കാണ് നമ്മൾ പദ്ധതിയിൽ വെച്ചിട്ടുള്ളത്. ഓരോ വാർഡിൽ നിന്നും 50 പേർക്ക് നമ്മൾ കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് നൽകാൻ തീരുമാനിച്ച UDF പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി തൃപ്പയാർ ബസ് സ്റ്റാൻഡിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. CPI ലോക്കൽ സെക്രട്ടറി CS മണി അധ്യക്ഷത വഹിച്ചു.
ഗ്രാമപഞ്ചായത്ത് അംഗം രജനി ബാബു, CPM നാട്ടിക ലോക്കൽ സെക്രട്ടറി KB ഹംസ, TC ഉണ്ണികൃഷ്ണൻ, MR ദിനേശൻ, V ശ്രീകുമാർ, TV ശ്രീജിത്ത്, CK ശിവരാജൻ, AN സുധീർ, AM ദിൽഷാദ്, PV രാധാകൃഷ്ണൻ, ജിജേഷ് പുളിക്കൽ, KK സന്തോഷ്, രാജി രഞ്ജൻ, പവിത്രൻ KV, ജിജ ഉണ്ണികൃഷ്ണൻ, സീമ രാജൻ എന്നിവർ സംസാരിച്ചു. എക്കാലത്തും തെറ്റായ തീരുമാനമെടുത്തിട്ടുള്ള കോൺഗ്രസ് ഭരണകൂടം നാട്ടിലെ ഈ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സൊന്നും അനിവാര്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെയാണെങ്കിൽ നാട്ടിക ഗ്രാമപഞ്ചായത്തിനകത്ത് മീറ്റിംഗ് നടത്താനും അതേപോലെ തന്നെ സാംസ്കാരിക പരിപാടികളെല്ലാം നടത്താൻ കഴിഞ്ഞ ഭരണസമിതി പോളിംഗ് ജംഗ്ഷനിൽ തന്നെ മനോഹരമായ സ്റ്റേജും ഓഡിറ്റോറിയമെല്ലാം പണിത് നാടിന് സമർപ്പിച്ചതാണ്. ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥലം മറ്റ് കച്ചവടക്കാർക്ക് ലേലത്തിൽ കൊടുക്കാൻ ഇത്തരത്തിലുള്ള ബസ് സ്റ്റാൻഡ് വേണ്ട, ഇനി പൊതുയോഗവും മറ്റെല്ലാം മറ്റ് കലാപരിപാടികളായാലും അനുവദിക്കാം എന്നുള്ള രീതിയിലുള്ള ചെറിയ സംഖ്യയുടേതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ നാടിൻ്റെ വികസനം ഇല്ലാതാക്കുന്ന നടപടി ഇവർ സ്വീകരിച്ചതാണ്. JEE മെയിൻ പരീക്ഷയിൽ കേരള ടോപ്പറായ നാട്ടിക സ്വദേശിയായ വിദ്യാർത്ഥി വൈഷ്ണവ് ENKയെ CPI നാട്ടിക ലോക്കൽ കമ്മിറ്റി ആദരിച്ചു. മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP സന്ദീപ്, ലോക്കൽ സെക്രട്ടറി CS മണി, സീമ, പ്രഭ, സുഹാസ് ചെമ്പിപ്പറമ്പിൽ, ബിജു കുയിലംപറമ്പിൽ, ജിഹാസ്, പാല ബ്രില്യൻസ് കോളേജിലെ അധ്യാപകർ എന്നിവർ സംസാരിച്ചു. CPI അംഗവും കിസാൻ സഭാ നേതാവുമായ ENR കൃഷ്ണന്റെ പേരക്കുട്ടിയും കൃതീഷ് സന്ധ്യ ദമ്പതികളുടെ മൂത്ത മകനുമാണ് വൈഷ്ണവ്. കേരള സർക്കാരിന്റെ ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരളം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നാട്ടിക ശ്രീനാരായണ കോളേജിൽ വെച്ച് ആരോഗ്യം ആനന്ദം ആയുഷിലൂടെ ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ നടന്നു. കോടന്നൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കവിത VL ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഹോമിയോ ചികിത്സയുടെ ആവിർഭാവം, ചികിത്സാ രീതി എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന വിജ്ഞാനം തളിക്കുളം ഹോമിയോ NHM മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ VC വിദ്യാർത്ഥികൾക്കായി പങ്കുവച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ ആവശ്യം ചെയ്യേണ്ട കൃത്രിമ ശ്വസനം എങ്ങനെ നൽകാമെന്നതിന്റെ പരിശീലനം താന്യം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് റഫീഖ് നൽകി. നാട്ടിക ശ്രീനാരായണ കോളേജ് പ്രിൻസിപ്പൽ അനിത, ഡോക്ടർ സജി PA, നാട്ടിക ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലാലു TR എന്നിവർ സംസാരിച്ചു. ഇടവേള. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 100,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ
ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ മുന്നോടിയായി സംസ്കാര സഹിതിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ തെരുവു നാടകം അവതരിപ്പിച്ചു. മണ്ണിൽ നിന്നു പൊങ്ങി വന്ന പണമരം, നോക്കുവിൻ സഖാക്കളെ, ഇല കുഴിഞ്ഞൊരീ മരം, ഇനി ഇതെത്ര കാലമെന്നു കണ്ടു തന്നെ അറിയണം. എന്റെ മുടിപ്പറ അമ്മച്ചി, ഇതെന്തൊരു അത്ഭുതങ്ങള്. സമയങ്ങളിപ്പോ 7:50. ഫുൾ സലാം കോട്ടപ്പള്ളി, ഫുൾ സലാം. അരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നത് മുതലാളിത്ത ചിന്താസരണികളുടെയും ബൂർഷ്വാ വ്യവസ്ഥിതികളുടെയും സങ്കുചിത താല്പര്യങ്ങളുടെ വൈരുദ്ധ്യാത്മക സങ്കലനമാണ്. എങ്ങനെ മനസ്സിലായോ? മനസ്സിലാക്കി തരാം. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും. ചായ എടുക്കട്ടെ സഖാവേ? ചായ എടുക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. പക്ഷേ ഞാൻ ചായ കഴിച്ച ഗ്ലാസ് എന്നെ കഴുകാൻ അനുവദിക്കണം. അതാണ് ഞങ്ങൾ സ്വീകരിച്ച താത്വികമായ നിലപാട്. പൊന്നമ്പലമേട്ടിലെ പൊന്നടിച്ചു മാറ്റുവാൻ ഒറ്റമുള്ളൊരു പോറ്റിയെ പോറ്റാനൊരു കൂട് കൊണ്ടുവരും. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന നാടകത്തിന്റെ ഉദ്ഘാടനം DCC ജനറൽ സെക്രട്ടറി സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, കെ ദിലീപ് കുമാർ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബിനു, നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ്, AN സിദ്ധപ്രസാദ് എന്നിവർ സംസാരിച്ചു. ആവേശപൂർവമാണ് ഈ ജാഥയെ ജനാധിപത്യ കേരളം, മതേതര കേരളം, സാംസ്കാരിക കേരളം ഏറ്റെടുക്കുന്നതും വരവേൽക്കുന്നതും. ഈ പുതുയുഗ യാത്രയുടെ സന്ദേശം കൂടുതലായി ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി സംസ്കാര സാഹിതിയുടെ നേതൃത്വത്തിൽ ഒരു കലാജാഥ നടക്കുകയാണ്. പുതുയുഗ യാത്ര വരുന്നതിന്റെ മുന്നത്തെ ദിവസം അതേ സമയത്ത് തന്നെ ഈ യാത്ര കള്ളനും കപ്പിത്താനും എന്ന ഈ കാലഘട്ടത്തിന്റെ വർത്തമാനകാല രാഷ്ട്രീയം വിളിച്ചറിയിക്കുന്ന ആക്ഷേപവും ഹാസ്യവും എല്ലാം ഇടകലർന്ന പുതിയ കാലത്തിന്റെ ചേതനകൾ പങ്കുവെക്കുന്ന നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും പുതിയ മാനങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു കലാസൃഷ്ടിയാണ് കള്ളനും കപ്പിത്താനും. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അംഗനവാടികളിൽ നടപ്പിലാക്കുന്ന വായിക്കാം 3G ലൈബ്രറി താനി പഞ്ചായത്തിലെ 2 അംഗനവാടികളിൽ കൂടി
18-ാം വാർഡിൽ ശ്രീനാരായണ ശ്രീകൃഷ്ണ അങ്കണവാടികളിലാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വായിക്കാം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അങ്കണവാടികളിൽ നടന്ന പരിപാടികളിൽ കളക്ടർ അധ്യാപികമാർക്ക് പുസ്തകങ്ങൾ കൈമാറി. ശ്രീനാരായണ അങ്കണവാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ പുലിക്കോട്ടിൽ, ശ്രീകൃഷ്ണ അങ്കണവാടിയിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാനീബ നൌഷിൽ എന്നിവർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർ ശ്രീകേഷ് S ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം KR പ്രതീഷ്, ICDS സൂപ്പർവൈസർ ഫാത്തിമ, അങ്കണവാടി ജീവനക്കാരായ ബേബി, അരവിന്ദാക്ഷൻ, AI താഹിറ, MM മാലതി, AK സുശീല എന്നിവർ പങ്കെടുത്തു. മാതാപിതാക്കളും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവിടെ വായിക്കാമെന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അംഗനവാടികളിലെ ലൈബ്രറി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ഇന്നിവിടെ നമ്മൾ ബുക്ക് തന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വാർഡിൽ തന്നെ നമ്മൾ മുമ്പത്തെ അംഗൻവാടിയിലും ചെയ്ത്, രണ്ടാമത്തെ അംഗൻവാടിയാണ്. കുറേ അംഗൻവാടിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ആ ഒരു വായനയുടെ ഒരു സന്ദേശമാണ് ഈ ഒരു പ്രൊജക്റ്റിനേക്കാളും ആ ഒരു മെസ്സേജ് എല്ലാവരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എല്ലാ പ്രായത്തിലുള്ളവരും നല്ലോണം വായിക്കുക, അതിലൂടെ അറിവ് എല്ലാവർക്കും എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പദ്ധതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളൊരു സന്ദേശമായിട്ടുള്ളത്. അതിന് ഇത്രയും നല്ല ഒരു സപ്പോർട്ട് തന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ സന്ദീപ്, വാർഡ് മെമ്പർ ശ്രീകേഷ്, മറ്റേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, മറ്റേ ഇവിടെ എത്തിയിട്ടുള്ള ജനപ്രതിനിധികൾ, നാട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. കൂടാതെ തന്നെ കൃഷ്ണകുമാർ അത് നമ്മുടെ ഈ പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. LDF വികസന ജാഥയ്ക്ക് കാഞ്ഞാണി സെന്ററിലും മണലൂർ കമ്പനി സെന്ററിലും സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ മുരളി പെരുന്നെല്ലി MLA, ജാഥ വൈസ് ക്യാപ്റ്റൻ VR മനോജ്, മാനേജർ TV ഹരിദാസൻ, മുൻ MP CN ജയദേവൻ, CPI ജില്ലാ കൗൺസിൽ മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ, CPM ഏരിയ സെക്രട്ടറി PA രമേശൻ, KA വിശ്വംഭരൻ, VN സുർജിത്ത്, KV ഡേവിസ്, PG സുബിദാസ്, MK സദാനന്ദൻ, KR അഭിരാജ്, സുധർമ്മൻ ചിരുകണ്ടത്ത്, ജനാർദ്ദനൻ മണ്ണുമ്മൽ, KV വിനോദൻ, സാജൻ മുടുവങ്ങാട്ടിൽ, PK ചന്ദ്രൻ, MR മോഹനൻ, ജോസ് TD എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് തല ഹിന്ദു ഏകതാ സമ്മേളനം ഞായറാഴ്ച നടക്കും. വൈകിട്ട് 4:30 കയ്പമംഗലം പനമ്പിക്കുന്ന പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ പൂന്താനം നഗറിൽ നടക്കുന്ന സമ്മേളനം മൗനയോഗി സ്വാമി ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്യും. കവി സുരേഷ് ബാബു കിള്ളിക്കുറിശിമംഗലം മുഖ്യപ്രഭാഷണം നടത്തും. ഐരാണീശം വൈദേഹി സുരേഷ് സോപാന സംഗീതം അവതരിപ്പിക്കും. സാമുദായിക സംഘടനാ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ ഷജിൽ കരിമ്പറമ്പിൽ, രാജീവൻ മുറ്റിച്ചൂർ, KR മോഹൻദാസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CPM ലോക്കൽ കമ്മിറ്റി അംഗവും DYFI മുൻ നേതാവും വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 2 തവണ അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന AS സബിത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ കുടുംബത്തോടൊപ്പം കണ്ണിയായി. പാവറട്ടിയിൽ വെച്ച് നടന്ന മണലൂർ നിയോജക മണ്ഡലം പുതുയുഗ യാത്ര സ്വീകരണ യോഗത്തിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ AS സബിത്തിനെ അംഗത്വം നൽകി സ്വീകരിച്ചു. AICC സെക്രട്ടറി TN പ്രതാപൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, KPCC അംഗം CI സെബാസ്റ്റ്യൻ, മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ, DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KV സിജിത്ത്, വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ എന്നിവർ സംസാരിച്ചു. തൃപ്പയാർ NES കോളേജിൽ വിദ്യാർത്ഥികൾക്കായി ക്യാമ്പസ് പ്ലേസ്മെന്റ് നടന്നു. എറണാകുളം ആസ്ഥാനമായുള്ള അഡ്വാൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ് ക്യാമ്പസിൽ വെച്ച് ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥികൾക്കായി ക്യാമ്പസ് പ്ലേസ്മെന്റ് നടത്തിയത്. കോളേജ് പ്രിൻസിപ്പാൾ NC അനീജ പ്ലേസ്മെന്റ് ഡ്രൈവ് ഉദ്ഘാടനം ചെയ്തു. ലോജിസ്റ്റിക്സ്, ഏവിയേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, മാർക്കറ്റിംഗ്, സെയിൽസ് എന്നീ വിഭാഗങ്ങളിലേക്കാണ് ഇന്റർവ്യൂ നടന്നത്. ആൻമേരി പീറ്റർ, വൈഷ്ണവി തുടങ്ങിയവർ നേതൃത്വം നൽകി. പങ്കെടുത്തവരിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും പ്ലേസ്മെന്റിന് അർഹരായി. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുകയാണ്.
മാനേജ്മെൻറ്റ് AITMS അഡ്വാൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എറണാകുളം എന്ന് പറയുന്ന കമ്പനി നമ്മുടെ ക്യാമ്പസിലേക്ക് വന്ന് ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ച് ഏത് മേഖലയിലാണ് അവർക്ക് താല്പര്യങ്ങളുള്ളത് അത് ഇൻ്റർവ്യൂ ചെയ്ത് കണ്ടെത്തി അവരെ ആ മേഖലയിലേക്കുള്ള ജോലിയിലേക്ക് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങര ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റ കർമ്മം രാജൻ പീഡിയേക്കൽ നിർവഹിച്ചു. കൊടിയേറ്റം മുതൽ ഉത്സവ ദിവസം വരെ നെയ്വിളക്ക്, വിശേഷാൽ പൂജകൾ, ചുറ്റുവിളക്ക്, നിറമാല എന്നിവ ഉണ്ടായിരിക്കും. ഫെബ്രുവരി 23-ന് ഭരണി നക്ഷത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായുള്ള വിശേഷാൽ പൂജകൾ നടക്കും. ഉത്സവ ദിവസമായ ഫെബ്രുവരി 24 ചൊവ്വാഴ്ച രാവിലെ നട തുറക്കൽ, നിർമാല്യ ദർശനം, ഗണപതി ഹവനം, പറനിറക്കൽ, ഉപദേവതകൾക്ക് പൂജകൾ, ശീവേലി തുടങ്ങിയവ ഉണ്ടാവും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പ് ദിവാകരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 3 മണിക്ക് പഞ്ചവാദ്യം, തുടർന്ന് തിരുമംഗലം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പും പ്രദക്ഷിണവും 5:30-ന് കൂട്ടിയെഴുന്നള്ളിപ്പും നടത്തും. ദീപാരാധനയ്ക്ക് ശേഷം വർണ്ണമഴ, കളമെഴുത്ത് പാട്ട്, കേളി, കുഴൽപ്പറ്റ്, തായമ്പക, പുലർച്ചെ 3 മണിക്ക് എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് K. രാജഗോപാൽ, സെക്രട്ടറി TR പ്രഭനാനന്ദൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ആർട്ട് ഓഫ് ലിവിംഗ് വാടനപ്പള്ളിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ശ്രീ രവിശങ്കറിന്റെ 70-ാം ജന്മദിനവും ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികവും ആഘോഷിക്കുന്ന വേളയിലാണ് ആർട്ട് ഓഫ് ലിവിംഗ് വാടനപ്പള്ളിയുടെ 25-ാം വാർഷികം ആഘോഷിക്കുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 400ഓളം പേർ പങ്കെടുത്ത ഘോഷയാത്ര നടത്തി. വാടനപ്പള്ളി ചാരുത ഗ്രൗണ്ടിൽ നടത്തിയ സമ്മേളന യോഗം കേരള അപ്പെക്സ് ബോഡി സെക്രട്ടറി അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. മതത്തിൻ്റെയോ ദേശത്തിൻ്റെയോ പേരിൽ നമുക്ക് ഭിന്നതകളില്ല. 186 രാജ്യങ്ങളിൽ ഈ പ്രസ്ഥാനം വളർന്നു കഴിഞ്ഞു. ഗുരുദേവൻ 70 വയസ്സിനോടടുത്തിരിക്കുകയാണ്. 45 വർഷമായി ഈ പ്രസ്ഥാനം ലോകവ്യാപകമായി നടത്തി വരുന്നത്. അദ്ദേഹത്തിന് ഒരു വർഷം 365 ദിവസമേ ഉള്ളൂ. ഓരോ രാജ്യങ്ങളിൽ തന്നെ സന്ദർശിക്കാനായിട്ട് 2 ദിവസം എടുത്താൽ ഇന്ത്യയിൽ ഒരു ദിവസമൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അത്രയും നിരന്തരമായി പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മതസ്പർദ്ധ ഇല്ലാത്ത, വഴക്കുകളില്ലാത്ത, കാലുഷ്യമില്ലാത്തൊരു ലോകം സൃഷ്ടിക്കുക. അതിന് നമ്മൾ ഓരോരുത്തരും നീലകണ്ഠന്മാരാവണം. അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. വേറൊന്നും വേണ്ട. കഴിഞ്ഞ ശിവരാത്രിക്ക് പോലും അദ്ദേഹം പറഞ്ഞത്. കേരള സ്റ്റേറ്റ് ടീച്ചേഴ്സ് കോർഡിനേറ്റർ രാകേഷ് അധ്യക്ഷത വഹിച്ചു. ബ്രഹ്മചാരി ചിത്പ്രകാശ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചർ അനിൽകുമാർ, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രുതി, തൃശൂർ ജില്ലാ പ്രസിഡന്റ് അജയൻ, തൃശൂർ ജില്ലാ സെക്രട്ടറി സുവിൻ ശങ്കർ, മുൻ ഭാരവാഹികളായ അച്യുതൻ, ജീവൻ ജോൺ, സീനിയർ അധ്യാപകരായ ശ്രീധരൻ നമ്പൂതിരി, ബാലുമാഷ്, മീര വർമ്മ, ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചർമാരായ സതീഷ്, രാജേഷ് അരങ്ങത്ത്, രാജേഷ്, രാജൻ, രാധാമണി, പ്രസിഡന്റ് സുമ പങ്കജാക്ഷൻ, സെക്രട്ടറി സവിത, അനശ്വര എന്നിവർ പങ്കെടുത്തു. തുടർന്ന് സുമേരു ഗായകർ അവതരിപ്പിച്ച ഭജൻ സന്ധ്യയും ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുള്ളമ്പന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് മറിഞ്ഞ ഇരുചക്ര വാഹന യാത്രക്കാരന് പരിക്കേറ്റു.
ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങര ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. തൃപ്യാർ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് നൽകുന്നതിനെതിരെ LDF പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.